ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗിബ്സ് ഡ്യൂഹം മാർഗുലസ് ഇക്വേഷനെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അല്ലേ? സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മിക്സ്ചർ ഓഫ് 2 or more കമ്പോണൻസ്. ഇനി അതിലേക്ക് നമ്മൾ അതിൻ്റെ കോമ്പോസിഷൻ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നമുക്ക് രണ്ട് ലിക്വിഡ്സ് ഉണ്ട്, രണ്ടും വോളട്ടൈൽ ലിക്വിഡ്സ് ആണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ലിക്വിഡിൻ്റെ കോമ്പോസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ അവിടെ തീർച്ചയായിട്ടും പാർഷ്യൽ വേപ്പർ പ്രഷർ ഓഫ് ദി ഫസ്റ്റ് കമ്പോണൻ്റ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും, അത് ഇൻക്രീസ് ചെയ്യും. കാരണം നമ്പർ ഓഫ് മോൾസ് കൂടി, സോ അത് കൂടും. സൈമിൾട്ടേനിയസ് ആയിട്ട് അത് സെക്കൻഡ് കമ്പോണൻറ്റിനെയും അഫക്റ്റ് ചെയ്യും, അതിൻ്റെ വേപ്പർ പ്രഷർ കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മളൊരു ഇക്വേഷനായിട്ട് നമ്മൾ ഒന്ന് ഡെറൈവ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ദിസ് ഇക്വേഷൻ പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ റിഗാർഡിംഗ് ദി പാർഷ്യൽ വേപ്പർ പ്രഷർ ആൻഡ് ദി കോമ്പോസിഷൻ ഓഫ് വേരിയസ് കമ്പോണൻറ്റ്സ് ഇൻ എ സൊല്യൂഷൻ. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ, നമുക്കറിയാം ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുകയാണ്? That is minus Gibbs Duhem equation minus S dt plus V dp plus N1 d mu 1 plus N2 d mu 2 and that is equal to 0. This is Gibbs Duhem equation. നമ്മൾ ഓൾറെഡി ഡെറൈവ് ചെയ്തതാണ്. ഇനി അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ, കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ, അതായത് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം ഡി ടി ഈക്വൽ ടു ഡി പി ഈക്വൽ ടു എന്നാണ് 0. ദർ ഇസ് നോ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. സോ ദി ഇക്വേഷൻ 1 is reduced to N1 d mu 1 plus N2 d mu 2 എന്ന് പറയും, and that is equal to 0. That is equation number 2. So equation 1 എന്ന് പറയുന്നതാണ് ഗിബ്സ് ഡ്യൂഹം ഇക്വേഷൻ ആണ്. At a constant temperature and constant pressure, the equation 1 is reduced to N1 d mu 1 plus N2 d mu 2 that is equal to 0. നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ട് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ റീപ്ലേസ് ദി നമ്പർ ഓഫ് മോൾസ് ബൈ മോൾ ഫ്രാക്ഷൻ, റൈറ്റ്? ഡി മ്യൂ 1 പ്ലസ് N2, സോറി, ഇൻസ്റ്റെഡ് ഓഫ് N2 നമുക്ക് x2 d mu 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഇക്വേഷൻ 3. ഇക്വേഷൻ 3 എങ്ങനെ കിട്ടിയത്? ഇക്വേഷൻ 2നെ നമ്മൾ എന്ത് ചെയ്തു? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കൊണ്ട് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. സോ വി ക്യാൻ get equation 3. Now we know that chemical potential of any component is a function of temperature, pressure and mole fraction. So we can write like this: chemical potential mu I, that is chemical potential of any component, is a function of temperature, pressure and mole fraction. Right? So we can write d mu I. D mu I is equal to dou mu I by dou T at constant pressure and mole fraction into dt plus dou mu I by dou P at constant temperature and mole fraction into dp plus dou mu I by dou xi, right? Dou x, that is composition at constant. ഇപ്പോൾ ഇവിടെ I എന്ന് വേണമെങ്കിൽ എഴുതിയേക്കാം, ith കമ്പോണൻ്റ് ആയതുകൊണ്ട് ഇവിടെ നമുക്കൊരു ചെറിയ ചേഞ്ച് കൊടുക്കാം, I, മോൾ ഫ്രാക്ഷൻ ഓഫ് ith കമ്പോണൻ്റ്, റൈറ്റ്? ഇൻറ്റു എന്താ പറയുക, ഡി എക്സ് ഐ എന്ന് നമുക്ക് പറയാം. And we know that at a constant temperature
constant temperature and pressure, constant temperature and pressure, d mu I is equal to എന്താ വരിക, that's equal to dou mu I by dou xi into dxi എന്ന് വരും. അതായത് we know that chemical potential of a component, of any component, is a function of temperature, pressure and mole fraction, and now we take that the process is at a constant temperature and pressure, so it is a function of എന്താ പറയാ mole fraction alone. Okay, so d mu I is equal to dou mu I by dou xi into dxi എന്ന് നമുക്ക് വരും. So we can substitute, we can take it as equation 4 and we can substitute this in equation 3. Equation 3 il substitute ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കിയേ x1 into d mu 1 എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, dou mu 1 by dou x1 into dx1, right, plus x2 into dou mu 2 divided by dou x2, okay, into dx2, and that is equal to 0. That is equal to 0. That is equation number 5. അപ്പോൾ നമ്മൾ equation 4 നമ്മൾ equation 3 substitute ചെയ്തു. Okay, now we know that chemical potential mu I is equal to mu I 0 plus RT ln Fi, where Fi is the fugacity. Ideal gas ആണെങ്കിൽ instead of fugacity നമുക്ക് എന്ത് ഉപയോഗിക്കാം, pressure ഉപയോഗിക്കാം. പക്ഷേ എപ്പോഴും ഐഡിയൽ ആവണമെന്ന് നിർബന്ധമില്ല. So we have to use fugacity. So mu I, chemical potential of ith component, is equal to mu I 0 plus RT ln Fi എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം with respect to mole fraction. So we can write like this, dou mu I by dou xi at a constant temperature and pressure ചെയ്യുമ്പോൾ that is equal to എങ്ങനെ വരിക, mu I 0, that is the chemical potential of എന്താ പറയുക pure component. അത് നമുക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, റൈറ്റ്, കാരണം അത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു മോൾ ഫ്രാക്ഷൻ ചേഞ്ചിലിറ്റി 0, റൈറ്റ്. സോ നമുക്ക് കിട്ടുന്നത് RT ഇൻറ്റു ഡോ ബൈ ഡോ xi ഓഫ് ln Fi എന്ന് വരും. ഓക്കെ, വി ഗെറ്റ് RT ഇൻറ്റു ഡോ ബൈ ഡോ xi ഓഫ് എന്താ പറയുക ln Fi എന്ന് വരും, റൈറ്റ്. ദിസ് ഈസ് അറ്റ് കോൺസ്റ്റന്റ് എന്താ പറയുക ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നാണ് വരും. ഓക്കെ, let this equation number 6. Now we have to substitute this equation 6, right, in equation 5. Equation 6 നമ്മൾ എവിടെ ഇടാൻ പോവാ, equation 5 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ we get it as x1 into dou mu I by dou xi. അതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, that is equal to RT into dou ln F1 by dou x1, right, into dx1 plus x2 into RT into dou ln F2 divided by dou x2 into dx2, that is equal to 0. Okay, or this can be written as x1 RT വേണേൽ നമുക്ക് കളയാം ഇല്ലേ, RT രണ്ട് ടേമിലും ഉണ്ട്. സോ ഒരു RT കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ RT പോയി കിട്ടും. സോ വി ഗെറ്റ് ഇറ്റ് ആസ് x1 into dou ln
f1 by dou x1 into dx1 plus x2 into dou ln f2 divided by dou x2 into dx2, and that is equal to 0. Okay. We know that x1 plus x2 total mole fraction always 1 ആയിരിക്കും, or dx1 എന്ന് പറഞ്ഞാൽ we can write it as minus of dx2. Okay. So നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം: x1 into dou ln f1 by dou x1 into dx1 minus x2 into dou ln f2 divided by dou x2 into dx1, that is equal to 0. അതായത് നമ്മൾ നേരത്തെ dx2 ആയിരുന്നത് നമ്മൾ എത്രയായിട്ട് മാറ്റി? dx1 ആക്കി മാറ്റി. അപ്പോൾ അവിടെ ഒരു മൈനസ് സൈൻ വന്നു. ഓക്കെ. ആ dx1 നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് x1 into dou ln f1 by dou x1 minus x2 into dou ln f2 divided by dou x2 equal to 0 എന്ന് വരും. Okay, and this is known as Gibbs Duhem Margules equation. പക്ഷേ നമുക്ക് കുറച്ച് മോഡിഫിക്കേഷനും കൂടി ഉണ്ട്, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, ഇതിനെ നമുക്ക് ഗിബ്സ് ഡ്യൂഹാം മാർഗുലസ് ഇക്വേഷൻ എന്ന് വിളിക്കാം. നമ്മൾ ഫൈനൽ ഇക്വേഷനിലേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം: this can be written as d ln f1 by dx1 by x1. Okay, minus d ln f2 divided by dx2 divided by x2 is equal to 0. Okay, അല്ലെങ്കിൽ d ln f1 by d ln x1 minus d ln f2 divided by d ln x2, and that is equal to 0 എന്ന് വരും. Or we can say that x1 by f1 into df1 by dx1 minus x2 divided by f2 df2 divided by dx2 equal to 0, or x1 by f1 into df1 by dx1 minus ഇതിന് പകരം നമ്മൾ ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുന്നു. സോ വി ഗെറ്റ് x2 by f2 into df1 by dx2, and this equation, this is the final form of എന്താ പറയുക ഗിബ്സ് ഡ്യൂഹം മാർഗുലസ് ഇക്വേഷൻ. x1 by f1 into df1 by dx1 is equal to x2 by f2 into df2 by df2 by dx1 എന്ന് വരും. So this equation is called Gibbs Duhem Margules equation, and this equation is applicable for both suppose the vapor phase behave ideally or non-ideally, because we are using the term fugacity. So fugacity എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കുന്നുണ്ട്.
നമുക്ക് പറയാം ഒരു ലിക്വിഡ് മിക്സറിന്റെ സർഫസിൽ വരുന്ന വേപ്പർ പ്രഷർ വെദർ ഇറ്റ് ഈസ് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്താലും നോൺ ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്താലും വി ക്യാൻ യൂസ് ദിസ് എക്സ്പ്രഷൻ ഈസ് കോൾഡ് ഗിബ്സ് ഡ്യൂഹം മാർഗുലസ് ഇക്വേഷൻ. ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് ഈ ഇക്വേഷൻ സപ്പോസ് ദ വേപ്പർ ഫേസ് അബോവ് ദാറ്റ് ലിക്വിഡ് മിക്സ്ചർ ബിഹേവ് ഐഡിയലായിട്ട് ബിഹേവ് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഫുഗാസിറ്റി വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്, ദറ്റ് ഈസ് മോൾ ഫ്രാക്ഷൻ x1 by f1, instead of f1 we can write it as p1 because it behave like ideally, into dp1 by dx1 is equal to x2 by p2 into dp2 divided by dx2 എന്ന് എഴുതാം. സോ ഇത് ഐഡിയൽ ആയിട്ട് ബിഹേവ് ചെയ്യുമ്പോൾ വി ക്യാൻ റീപ്ലേസ് ഫുഗാസിറ്റി വിത്ത് പ്രഷർ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇനി ഈ ഇക്വേഷൻ നോക്കിയേ, ഇതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. നമ്മൾ ഫസ്റ്റ് കമ്പോണൻറ്റ് ഒരു അല്പം ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. നമ്മൾ പറഞ്ഞ രണ്ട് വോളറ്റൈൽ ലിക്വിഡ്സ് ആണ് മിക്സ് ചെയ്തിരിക്കുക. അതിൽ x1 എന്ന് പറയുന്ന ഒരു ലിക്വിഡ് നമ്മൾ എന്ത് ചെയ്തു, അല്ലെങ്കിൽ x1 നമ്മൾ ആഡ് ചെയ്തു, ഫസ്റ്റ് കമ്പോണൻറ്റ് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ അതാണ് dx1 എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ dx1. അത് എന്തിന് dp1 റിഫ്ലക്റ്റ് ചെയ്യും, അതിൻ്റെ വേപ്പർ പ്രഷർ, ആ ഫസ്റ്റ് കമ്പോണൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനെ അഫക്റ്റ് ചെയ്യും. സോ x1 ഫസ്റ്റ് കമ്പോണൻറ്റ് ആഡ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ഇൻക്രീസ് ദി വേപ്പർ പ്രഷർ ഓഫ് ദി ഫസ്റ്റ് കമ്പോണൻറ്റ്, റൈറ്റ്? അപ്പോൾ അത് പോസിറ്റീവായിട്ട് വരും. അപ്പോൾ നേരെ മറിച്ച് അത് ആഡ് ചെയ്യുമ്പോൾ there will be a decrease in the mole fraction of the second component, and therefore there will be decrease in the vapor pressure of that component, right? എന്നാലേ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ബാലൻസ് ചെയ്ത് ഈക്വൽ ടു എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് പഠിക്കുക കേട്ടോ. ഓക്കെ, ഇതിൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻസ് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. ഗിബ്സ് ഡ്യൂഹാം ഇക്വേഷൻ്റെ കൂടുതൽ ആപ്ലിക്കേഷൻസ്, റൈറ്റ്? അപ്പോൾ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.